ലോകം ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വീണ്ടും ഒരു ആശങ്കയുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. ഏതാനും ദിവസത്തെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മേഖല വീണ്ടും കനത്ത അശാന്തിയിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇറാഖിലെ എർബിലിലുള്ള US കോൺസുലേറ്റിന് സമീപമാണ് ഇന്നലെ രാത്രി അതിഭീകരമായ ആക്രമണമുണ്ടായത്. ഇറാഖി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് കോൺസുലേറ്റിന് സമീപം തുടർച്ചയായി 7 തവണയാണ് ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇറാഖ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന ഔദ്യോഗിക വിവരപ്രകാരം ഇറാൻ അനുകൂലികളായ സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലുള്ള 4 ഇറാനിയൻ ഡ്രോണുകളാണ് എർബിലിന് സമീപമുള്ള ഖാലിഫാൻ, സോറൻ എന്നീ മേഖലകളിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് അടിയന്തരമായി എത്തിയത്. ഇതിനു പുറമെ ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടതായി സംശയിക്കപ്പെടുന്നുണ്ട്. ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മേഖലയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് ഇറാഖിന്റെയും അമേരിക്കയുടെയും ഔദ്യോഗിക ആരോപണം. എന്നാൽ തങ്ങളെ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ പുതിയ സംഘർഷ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉന്നത നേതൃത്വങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. തെഹ്റാനുമായി സൗഹൃദപരമായ ചർച്ചകൾ നടക്കുകയാണെന്നും എന്നാൽ ഈ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ആക്രമണം കടുപ്പിക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങൾ തീർന്നു തുടങ്ങിയെന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളെ ഡൊണാൾഡ് ട്രംപ് കർശനമായി തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ കൈവശം ആവശ്യത്തിലധികം ആയുധശേഖരമുണ്ടെന്നും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം ആഭ്യന്തര മാധ്യമങ്ങളോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് ജൂൺ 17-ന് പ്രാബല്യത്തിൽ വന്ന സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി 13 ദിവസത്തോളം ഇറാന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളാണ് ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് ആധാരമെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇതിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലും ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. സമാധാന കരാർ ലംഘിക്കപ്പെട്ട അസ്ഥിരമായ ഈ പശ്ചാത്തലത്തിലും മധ്യസ്ഥർ വഴി തെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ രഹസ്യമായ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കിയത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നിലത്തുണ്ടാകുന്ന ഈ സ്ഫോടനങ്ങൾ സമാധാന ശ്രമങ്ങളെ അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തിയാക്കുകയാണ്. ഇറാഖിൽ മാത്രമല്ല അയൽ രാജ്യമായ സൗദി അറേബ്യയ്ക്ക് നേരെയും സമാനമായ രീതിയിൽ ഡ്രോണാക്രമണങ്ങൾ ഉണ്ടായതായി സൗദി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ റിയാദിലെ പ്രധാനപ്പെട്ട എണ്ണശാലകൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത്. എന്നാൽ കൃത്യസമയത്ത് ജാഗ്രത പാലിച്ച സൗദി പ്രതിരോധ സംവിധാനം ഈ ആക്രമണങ്ങളെ വിജയകരമായി ചെറുത്തു തോൽപ്പിച്ചു. എങ്കിലും റിയാദിലെ എണ്ണശാലകൾ ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണെന്നാണ് സൗദി അറേബ്യ ശക്തമായി ആരോപിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങളും സൗദിയിലെ എണ്ണശാലകളും ഒരേ സമയം ലക്ഷ്യമിടുന്നതിന്റെ അർത്ഥം പശ്ചിമേഷ്യൻ യുദ്ധം ഒരു വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നാണ്. ഈ നിർണായക സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കായാണ് അദ്ദേഹം എത്തുന്നതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം നിർണായകമായ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള സൈനിക നയങ്ങളും സുരക്ഷാ നടപടികളും ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയമാകും. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണോ അതോ പൂർണ്ണമായ നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറാനാണോ ഈ 2 നേതാക്കൾ തീരുമാനിക്കുന്നത് എന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇസ്രായേലിന്റെ പ്രഖ്യാപിത നിലപാട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. വിഷയത്തിൽ അമേരിക്ക സമാധാന ചർച്ചകളുടെ പാത തുറന്നിട്ടപ്പോൾ തന്നെ ഇസ്രായേൽ ഇതിനോട് ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും ശക്തമായ സൈനിക ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞാൽ ഇസ്രായേൽ കൂടി ഇതിൽ നേരിട്ട് പങ്കാളിയാകുമോ എന്നത് പശ്ചിമേഷ്യയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ചുരുക്കത്തിൽ നയതന്ത്ര ചർച്ചകളും സമാധാന കരാറുകളും കടലാസിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മേശപ്പുറത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ അതിർത്തികളിൽ ഡ്രോണുകളും മിസൈലുകളും സംസാരിക്കുന്ന വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളും ഇസ്രായേലിന്റെ ആക്രമണോത്സുക നിലപാടുകളും ചേരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കനലിലൂടെയുള്ള നടത്തത്തിലാണ്. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള ഈ അദൃശ്യമായ വടംവലി വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള സുരക്ഷയെയും ഏതു വിധത്തിൽ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു വെടിവെച്ച് പോലും ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ പോകുന്ന ഈ രാഷ്ട്രീയ ചൂടിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങുമോ അതോ സർവനാശത്തിന്റെ വലിയൊരു യുദ്ധത്തിലേക്ക് വീഴുമോ എന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.